ലീഗിൻ്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടക്കൂല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് എതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. പിന്നെ എങ്ങനെ നമ്മളെ നടത്തിയ ഞങ്ങളെ കഥ പോയില്ലേ. മറ്റു പിന്നെ വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യ സമരം ബാബരി മസ്ജിദ് ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി. അപ്പോൾ പലരും അവരെ പിന്തുണച്ചു. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരല്ലേ. ഞങ്ങൾ ഒരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല. പിന്നെ ഇത് ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കാം. ഞങ്ങളൊരു പ്രവർത്തകരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഉറപ്പുള്ള വിശ്വാസം. ലീഗിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയപ്പോഴൊക്കെ തന്നെ അവിടെ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉള്ള നല്ലൊരു സഹകരണം സ്വീകാര്യതയും. കാരണം അവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ മുസ്ലിം ലീഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം ആ ഒരു പ്രാമുഖ്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ സ്വീകാര്യത എല്ലായിടത്തും ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു കാര്യം.